ഒരു കാലത്ത് സുന്നി പ്രവർത്തന ഗോധയിൽ തിളങ്ങി നിന്നിരുന്നവരെയൊക്കെ മുഅ്മിനീങ്ങളുടെ കൽബിൽ നിന്ന് പിഴുതെറിയപ്പെടും വിധം അവരെയൊക്കെ ഗോ ബാക്ക് വിളിച്ച് നിങ്ങളാരും സമസ്തയുടെ സംവിധാനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അതിൻ്റെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് പണിയെടുക്കാൻ യോഗ്യരല്ലെന്നു പറഞ്ഞ് ജനം അവരെ പുറംതള്ളുന്ന കാഴ്ച കാണേണ്ടി വന്നത് സമാന്തര പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങി എന്നതുകൊണ്ടാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അന്താരാഷ്ട്ര ഐതിഹാസിക മഹാസമ്മേളനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പരിപാടിയുടെ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘ രൂപീകരണം നടക്കുമ്പോൾ ആ യോഗം ബഹിഷ്കരിച്ച് സമാന്തരമായി മറ്റൊരിടത്ത് കൂടിയിരുന്ന ആളുകൾ അവർ അപ്പോഴും സമാന്തര പ്രവർത്തനങ്ങൾക്ക് ഗൂഢതന്ത്രങ്ങൾ മെനയുകയായിരുന്നു. അള്ളാഹു അവരുടെ തന്ത്രങ്ങളെ മുഴുവൻ അവരിലേക്കു തന്നെ മടക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാൽ സ്ഥാപിതമായ മഹത്തായ പ്രസ്ഥാനമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് സമസ്തയുടെ ലക്ഷക്കണക്കിന് വരുന്ന അനുയായികൾ. അതിൻ്റെ ഉലമാക്കൾ, അതിൻ്റെ ഉമറാക്കൾ ഹിജാബാപകാലം തൊട്ടേ നിസ്വാർത്ഥമായി പ്രവർത്തിച്ചവരും നിഷ്കളങ്കമായി സമൂഹത്തിൽ ഇടപെട്ടവരും അതിൻ്റെ റിസൾട്ട് എന്നോണം തലമുറകളിലേക്ക് ഈ വിശുദ്ധമായ ദീനിൻ്റെ യഥാർത്ഥ രൂപത്തെ എത്തിച്ചു കൊടുക്കാൻ പണിപ്പുരയിൽ അഹോരാത്രം പരിശ്രമിച്ചവരുമാണ്. അതിൻ്റെ ഫലം ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നാൽ എക്കാലത്തും ഉലമാക്കൾ അവരുടെ ദൗത്യവുമായി മുൻപോട്ടു പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം വലിയ പ്രതിസന്ധികൾ അവരുടെ മുൻപിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം അതിന് നമ്മുടെ മുൻപിൽ തുറന്നു വെച്ച ഒരു പാഠപുസ്തകവുമാണ്. കേരളത്തിലെ ഉലമാക്കൾക്കിടയിലേക്ക് വന്നാൽ ഷെയ്ഖാനി അനുസ്മരണം നടന്നുകൊണ്ടിരിക്കുന്ന റബീഉൽ ആഖിർ മാസത്തിലാണല്ലോ നാം ഉള്ളത്. 4 പതിറ്റാണ്ടുകാലം ഈ ഉമ്മത്തിന് അമരനായകത്വം വഹിച്ച് നമുക്ക് മുൻപിൽ യഥാർത്ഥ വഴി ഏതാണെന്ന് വരച്ചു കാട്ടിത്തന്ന് വിട പറഞ്ഞു പോയ ഷെയ്ഖുന ശംസുൽ ഉലമ, അവിടുത്തെ അഭിവന്യരായ നായകൻ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, ഇവരുടെ ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്ന് ഒരു ബറക്കത്തിന് 1-2 കാര്യങ്ങൾ വർത്തമാനകാല സംഭവവികാസങ്ങളോട് താരതമ്യം ചെയ്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. ഇന്നലെ കർണാടകയിൽ വെച്ച് നടന്ന ഒരു അന്തർനാടകം നമ്മളെല്ലാവരും കണ്ടതാണ്. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പേരിൽ തട്ടിക്കുട്ടിയുണ്ടാക്കിയ ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിക്ക് കീഴിൽ മഹല്ല് സംവിധാനങ്ങളെ മുഴുവനും കൊണ്ടുവന്ന് സമസ്തയെ അസ്ഥിരപ്പെടുത്താൻ സമാന്തര പ്രവർത്തനങ്ങളുമായി മുൻപോട്ടു പോകാൻ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മുൻപിൽ പരാതി വരുന്നു. ആ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര മുഷാവറ അംഗങ്ങളിൽ നിന്ന് 7 പേരെ ബഹുമാനപ്പെട്ട സമസ്ത ചുമതല നൽകുന്നു. ആദരണീയരായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ, MT അബ്ദുള്ള മുസ്ലിയാർ, കൊയ്യോട് ഉമർ മുസ്ലിയാർ, മുക്കം ഉമർ ഫൈസി, ബഹാഉദ്ദീൻ നദ്വി കുരിയാട്, വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ, AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ. 7 അംഗ സമിതിക്ക് അതിൻ്റെ ചുമതല നൽകുന്നു. 7 അംഗങ്ങളും ഭരണഘടനാ വിരുദ്ധമായി രൂപീകരിച്ച സമിതിയെക്കുറിച്ച് പഠിക്കുന്നു. പഠിച്ച റിപ്പോർട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറയിലേക്ക് സമർപ്പിക്കുന്നു. ആദരണീയരായ ഉസ്താദുമാർ അതിനെക്കുറിച്ച് പഠിക്കുകയും സമിതിയുടെ ശുപാർശ അതേ പ്രകാരം അംഗീകരിക്കുകയും ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സുതാര്യമല്ല എന്ന് തുടക്കത്തിൽ തന്നെ അപവാദമേൽക്കേണ്ടി വന്നിട്ടുണ്ട്. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഭരണഘടന തിരുത്തിയത് ദുരുദ്ദേശത്തോടു കൂടെയാണ് എന്ന് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കാലയളവിൽ തന്നെ അപവാദമുയർന്നതാണ്. അപ്പോഴെല്ലാം അതിന് ധിക്കാരപൂർവ്വം മറുപടി നൽകിയും അതിനെ തൃണവൽഗണിച്ചുമൊക്കെ മുൻപോട്ടു പോയവരാണ് നിലവിൽ അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും. മുഷാവറ അതിനെക്കുറിച്ച് പഠനം നടത്തി സമിതി നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്നലെ ചേർന്ന മുഷാവറ തീരുമാനം പറഞ്ഞു. നിലവിൽ ഭരണഘടനാ വിരുദ്ധമായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി 1 വർഷം തുടരട്ടെ. എന്തിനാണ് ആ ആനുകൂല്യം? ആ 1 വർഷ കാലയളവിനുള്ളിൽ അടുത്ത മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയും ഭരണഘടനാനുസൃതമായ നിലക്ക് അതിൻ്റെ തെരഞ്ഞെടുപ്പുമായി മുൻപോട്ട് പോകാനുമുള്ള ഒരു സാവകാശമാണ്, ഒരു കാലയളവാണ് സമസ്ത അവർക്ക് നൽകിയിട്ടുള്ളത്. ഈ കാലയളവിൽ തന്നെ പ്രധാനപ്പെട്ട എന്തു തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിലും ഈ 7 അംഗ സമിതിയുടെ മുൻപാകെ സമർപ്പിച്ച് അംഗീകാരം വാങ്ങിയതിൻ്റെ ശേഷമേ നടപ്പിലാക്കാവൂ എന്നും ക്ലോസ് വച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഭരണഘടനാ വിരുദ്ധമായി രൂപീകരിച്ച സുന്നി മഹല്ല് ഫെഡറേഷനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കുന്നില്ല എന്നാണ്. എന്നാൽ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന വ്യത്യസ്ത പ്രൊജക്റ്റുകളുമായി മുൻപോട്ട് പോകുമ്പോൾ ഒരു പെട്ടെന്നുള്ള തെരഞ്ഞെടുപ്പ്
അത് പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു വർഷ കാലാവധി നിലവിലെ കമ്മിറ്റിക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. തെരഞ്ഞെടുപ്പ് കാലയളവിൽ തന്നെ അപവാദം നേരിട്ടപ്പോൾ അത് ഉയർത്തിക്കാട്ടിയവരെ മുഴുവനും സമസ്ത വിരുദ്ധരായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അതിനുവേണ്ടി സ്റ്റേജ് കെട്ടി പേജുകൾ ഉപയോഗപ്പെടുത്തി ഉലമാക്കളെ, ഉസ്താദുമാരെ, ആദരണീയരായ സമസ്തയുടെ നേതാക്കളെ, യുവജന നേതാക്കളെയൊക്കെ ആക്രമിക്കാനാണ് ഈ വിഭാഗം ശ്രമിച്ചത്. അനന്തരഫലം ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അതിലേക്കാണ് ആമുഖമായി പറഞ്ഞു വന്ന ഷെയ്ഖാനിയെ നമ്മൾ ഇവിടെ അനുസ്മരിക്കുന്നത്. ഷെയ്ഖുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ടല്ലോ, സമസ്തയെ മുഖം കെടുത്തിയവരെ അള്ളാഹുവെ നീ മുഖം കെടുത്തണമേ. ആ ദുആ ഒന്നും ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ബേസ്ഡായി മാത്രം മനസ്സിലാക്കേണ്ട സംഗതിയല്ല. അവരൊക്കെ കശ്ഫ് കറാമത്തിൻ്റെ അഹ്ലുകാരായിരുന്നുവെന്നതിന് നമുക്കിടയിൽ തർക്കങ്ങളില്ലല്ലോ. സൂക്ഷ്മ ജീവിതം നയിച്ച അള്ളാഹുവിൻ്റെ അനുഗ്രഹീത ദാസരായിരുന്നുവെന്ന് ജീവിതം കൊണ്ടും മരണം കൊണ്ടും നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന് മരണപ്പെട്ടു പോയവർ. ആ കണ്ണിയത്തുസ്താദിൻ്റെ ദുആഇനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ അതിൻ്റെ ഫലം കാണും എന്നു തന്നെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ചെമ്മാട് ദാറുൽ ഹുദായുടെ മുറ്റത്താണല്ലോ ആദരണീയരായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ചെമ്മാട് ദർസ് തുടങ്ങിക്കൊടുത്തത് ബഹുമാനപ്പെട്ട കണ്ണിയത്തോരായിരുന്നു. തുടങ്ങിക്കൊടുക്കുന്ന വേളയിൽ കണ്ണിയത്തുസ്താദിൻ്റെ ആശീർവാദം ഇങ്ങനെയാണ്: ഇനിയുള്ള കാലം ചെറുശ്ശേരി ഈ നാട്ടിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന്. അത് കേവലം ഒരു ദർസിൻ്റെ അധ്യാപനത്തിലേക്ക് മാത്രം നമുക്ക് ചുരുക്കിക്കെട്ടാൻ സാധിക്കുമായിരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കൊണ്ടൊട്ടിക്കാരനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ മരണാനന്തരം അന്ത്യവിശ്രമം കൊള്ളുന്നത് പോലും ചെമ്മാട് ദാറുൽ ഹുദയുടെ മുറ്റത്താണ്. കണ്ണിയത്തോരുടെ ദുആഇൻ്റെ ദൈർഘ്യം നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ഉദാഹരണം പോരെ. സമസ്തയെ മുഖം കെടുത്താൻ ആരു ശ്രമിച്ചാലും അവരെ മുഖം കെടുത്തണമെന്ന് ബഹുമാനപ്പെട്ടവരാണ് ദുആ ചെയ്തത്. ഈ പ്രസ്ഥാനത്തിൻ്റെ അകത്തുനിന്ന് ആർക്കെങ്കിലും വേണ്ടി അടിമപ്പണിയെടുക്കുകയും ചാരപ്പണിയെടുക്കുകയും ചെയ്യുന്നവരെ ഞങ്ങൾ എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അറസ്റ്റ് ചെയ്തു നീക്കുമെന്ന് പറഞ്ഞത് ആലിമുൽ ആലമായ അൽ ആരിഫു ബില്ലാഹിയായ ഷെയ്ഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകളാണ്. അതിൻ്റെ അനന്തരഫലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് സുന്നി പ്രവർത്തന ഗോധയിൽ തിളങ്ങി നിന്നിരുന്നവരെയൊക്കെ മുഅ്മിനീങ്ങളുടെ കൽബിൽ നിന്ന് പിഴുതെറിയപ്പെടും വിധം അവരെയൊക്കെ ഗോ ബാക്ക് വിളിച്ച് നിങ്ങളാരും സമസ്തയുടെ സംവിധാനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അതിൻ്റെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് പണിയെടുക്കാൻ യോഗ്യരല്ലെന്ന് പറഞ്ഞ് ജനം അവരെ പുറന്തള്ളുന്ന കാഴ്ച കാണേണ്ടി വന്നത് സമാന്തര പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങി എന്നതുകൊണ്ടാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അന്താരാഷ്ട്ര ഐതിഹാസിക മഹാസമ്മേളനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പരിപാടിയുടെ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘ രൂപീകരണം നടക്കുമ്പോൾ ആ യോഗം ബഹിഷ്കരിച്ച് സമാന്തരമായി മറ്റൊരിടത്ത് കൂടിയിരുന്ന ആളുകൾ അവർ അപ്പോഴും സമാന്തര പ്രവർത്തനങ്ങൾക്ക് ഗൂഢതന്ത്രങ്ങൾ മെനയുകയായിരുന്നു. അള്ളാഹു അവരുടെ തന്ത്രങ്ങളെ മുഴുവൻ അവരിലേക്കു തന്നെ മടക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമസ്തക്ക് സമാന്തരമായി ആര് തുടങ്ങിയാലും എന്തു തുടങ്ങിയാലും മഹാനായ പൂക്കോയത്തങ്ങളുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ അഖില കേരള ജംഇയ്യത്തുൽ ഉലമയെ അകലെ എന്ന് പറഞ്ഞതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സമാന്തരമായി വരുന്ന സകലം അകലെ എന്ന ആ മഹാമനീഷിയുടെ ദീർഘകാലാടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ട വലിയ ദർശനമാണ് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പാഠമാണ്. തെറ്റുതിരുത്താനുള്ളവർക്ക് കണ്ണു തുറന്ന് മനസ്സ് തുറന്ന് ആലോചിച്ച് പശ്ചാത്തപിച്ച് തങ്ങൾ വേദനിപ്പിച്ച മഹാരഥന്മാരായ ഉലമാക്കളെ കണ്ടു മാപ്പ് പറഞ്ഞ് സമുദായം അവരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഇനിയും പ്രവർത്തന ഗോധയിലേക്ക് വന്നാൽ കൈകൾ നീട്ടി സ്വീകരിക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാണ്. അതല്ല ഇന്നലെ നടന്ന കർണാടക SMFൻ്റെ യോഗത്തിൽ വച്ച് പ്രത്യേകിച്ച് ആദരണീയരായ സൈനുൽ ആബിദീൻ തങ്ങളുടെ മുൻപിൽ വച്ച് പ്രവർത്തകർ പറഞ്ഞൊരു വർത്തമാനമുണ്ട്: നിങ്ങളാണ് ഞങ്ങൾക്ക് സമസ്ത പഠിപ്പിച്ചു തന്നത്, നിങ്ങളെ കണ്ടാണ് ഞങ്ങൾ സമസ്ത പ്രവർത്തകരായത്, നിങ്ങളെ ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, നിങ്ങളിൽ സമസ്ത ഉള്ളിടത്തോളം കാലം. ആ പ്രവർത്തകന്റെ വാക്കുകളെ നമ്മൾ അടിവരയിടുകയാണ്. ഒരു സാധാരണക്കാരനായ ഒരു പ്രവർത്തകന്റെ കൽബിൽ സമസ്തയ്ക്ക് എത്രത്തോളം വേരോട്ടമുണ്ട് എന്ന് ആ വാക്കുകൾ പ്രതിധ്വനിപ്പിക്കുന്നുണ്ട്. ആ വാക്കുകൾ കേട്ട മാത്രയിൽ തന്നെ രോമങ്ങൾ എടുത്തു പിടിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹു ഒരു മഹത്തായ പ്രസ്ഥാനത്തിന് സാധാരണക്കാരുടെ കൽബുകളിൽ വേരൂന്നിയ ആഴം നൽകുന്ന രംഗം പറഞ്ഞത് അങ്ങനെയാണ്. ഇത് തന്നെയാണ് നമുക്കെല്ലാവരോടും പറയാനുള്ളത്. ഇതിൽ നിന്ന് ആരെയും നമുക്ക് മാറ്റി നിർത്താനില്ല.
നിങ്ങളൊക്കെ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരും പ്രാർത്ഥിച്ചവരും പ്രയത്നിച്ചവരുമൊക്കെയാണ്. നിങ്ങളെ ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട എല്ലാ അംഗീകാരവും നൽകാൻ ഞങ്ങൾ സന്നദ്ധരാണ്, നിങ്ങളിൽ സമസ്ത ഉള്ളിടത്തോളം കാലം. മറിച്ചാണെങ്കിൽ ഇന്നലെ കണ്ട ഗോ ബാക്ക് വിളി അത് കേവലം സാധാരണ പ്രവർത്തകരുടെ നാക്കിൽ നിന്ന് വന്ന ഒരു വിയോജിപ്പിൻ്റെ മുദ്രാവാക്യമായി മാത്രം കാണേണ്ടതില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിച്ചില്ലേ, അള്ളാഹു ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക്, ഒരു പ്രസ്ഥാനത്തിന് സ്വീകാര്യത നൽകാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു ജിബ്രീൽ മാലാഖയെ വിളിച്ചുകൊണ്ട് പറയും, ഞാൻ ഇന്നാലിന്നയാളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, നിങ്ങളും ഇഷ്ടപ്പെടണം. മലക്കുകൾക്ക് ആ സന്ദേശം കൈമാറുന്നു. അതോടുകൂടി സജ്ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അവർക്ക് സ്വീകാര്യതയുണ്ടാകുന്നു. നേരെ തിരിച്ചാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നതും അങ്ങനെ തന്നെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങളായ ദാസന്മാരുടെ ഹൃദയങ്ങളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ തിരസ്കൃതരായി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച് തൗബ ചെയ്ത് മടങ്ങുകയാണ് വേണ്ടത്. സമസ്ത തീയാണ്. തീ കൊണ്ട് തലചൊറിയാൻ നിൽക്കുന്നവർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കത്തിപ്പോകുമെന്നതിന് ചരിത്രം സാക്ഷിയാണ്.